ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതോടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ അലീന വീട്ടിൽ നിന്ന് എന്താണെങ്കിലും പോകുന്നില്ല. ബാലചന്ദ്രൻ പറഞ്ഞേക്ക് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അലീന വീണ്ടും അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് വൈജയുടെ വെറുപ്പ് സമ്പാദിച്ച് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. എന്നും പ്രശ്നങ്ങളാണ് വൈജയും അലീനയുമായിട്ട്, ഭയങ്കര പ്രശ്നങ്ങളാണ്. അവിടുത്തെ ജോലികളൊക്കെ അലീന മുറയ്ക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും നോക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അലീന ആരാണ് എന്നുള്ള സത്യം മനുവിൻ്റെ അടുത്ത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം മനുവിന് ഭയങ്കര സ്നേഹം കൂടുതലാട്ടോ അലീനയോട്. എപ്പോഴും അലീനയെ കാണണം, എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. ഇടയ്ക്കൊക്കെ മനു സമയം കിട്ടുമ്പോഴൊക്കെ അലീനയെ കാണാൻ വരും. അതുപോലെ അലീനയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷെ അതൊന്നും വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈജയും കമലയും ഭയങ്കര എതിർപ്പുമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബാലചന്ദ്രനും അലീനയോട് ഭയങ്കര സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ അലീനയെ മോളെ എന്നാണ് പിന്നെ വിളിക്കുന്നത് കേട്ടോ. അതുപോലെ അലീനയോട് പറഞ്ഞിട്ടുണ്ട് ബാലച്ചൻ എന്ന് വിളിക്കാനും പറയുകയും അലീന പിന്നീട് അങ്ങനെയാണ് വിളിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ വൈജയന്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അച്ഛൻ എന്നൊരു സ്ഥാനം കൊടുത്ത് അങ്ങോട്ട് നിർത്തിയാൽ മതിയല്ലോ, വേറൊന്നും ആരും അറിയില്ല എന്നാണല്ലോ വിചാരം എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരെയും ചേർത്ത് മോശമായിട്ട് പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം അലീനയുടെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അലീനയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അലീനയ്ക്ക് അങ്ങനെ ബർത്ത്ഡേ ആഘോഷങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഒരു ദിവസം കൃഷ്ണമോളാണ് അലീനയുടെ ബാഗിൽ നിന്ന് അലീനയുടെ ID കാർഡ് കിട്ടുമ്പോഴും അതിലെ ഡേറ്റ് നോക്കിയിട്ട് ആ ചേച്ചിയുടെ ബർത്ത്ഡേ ഈ മാസമാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട്, ഓ എൻ്റെ ബർത്ത്ഡേ എനിക്കറിയത്തൊന്നുമില്ല മോളെ, എന്നെ ആ സ്ഥാപനത്തിൽ കിട്ടിയ ഡേറ്റാണ് എൻ്റെ ബർത്ത്ഡേ, അതിൽ ശരിക്കും എന്നാണ് അത് തന്നെയാണോ കറക്റ്റ് എന്നൊന്നും എനിക്കറിയത്തില്ല, ബ്രിജിത്ത മാമി പറഞ്ഞ ഒരു ഡേറ്റ് അതാണ് ഈ ID കാർഡിലൊക്കെ ഉള്ളത് എന്ന് പറയാണ് അലീന. എന്താണെങ്കിലും അത് ഈ മാസമാണ്, അത് നമുക്ക് ശരിക്കും ആഘോഷിക്കാം, അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോളെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നിൻ്റെ അമ്മ ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പിന്നെ കുറച്ചൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശിക്കും അലീനോട് വീണ്ടും ഇഷ്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം മുത്തശ്ശിയും പിന്നീട് അലീന ശരിക്കും വൈജയുടെ മോളാണെന്നുള്ള സത്യം അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താണെങ്കിലും കൃഷ്ണമോള് മനു വരുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം മനു വരുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, മനുവേട്ടാ നമ്മുടെ അലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഈ മാസം. അപ്പോൾ മനു പറയുന്നുണ്ട്, ആ കൊള്ളാലോ എന്നാണ് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃഷ്ണമോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേച്ചിയുടെ ID കാർഡ് കണ്ടതുകൊണ്ട് ആ ഡേറ്റ് അറിയാൻ പറ്റി. നമുക്ക് എന്താണെങ്കിലും ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാം, ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം ബാലചന്ദ്രൻ കേട്ടുകൊണ്ട് വരികയാണ്. എന്താണ് രണ്ടാളും കൂടി ഒരു സംസാരം എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ അലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഈ മാസം, അതുകൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു എന്ന് പറയുകയാണേ. ആണോ, എന്നാൽ ഞാനും ഒരു കൈ നോക്കാം, ഞാനും കൊടുക്കാം ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. കുറച്ച് നാളായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ, അപ്പോഴല്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയാണ് ബാലചന്ദ്രനും. എന്നാൽ അച്ഛന് വലിയൊരു ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചോ ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. ഞാനും മനുവേട്ടനും കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ബബിത ചേച്ചിയൊന്നും അതിൽ കൂടത്തില്ല, എന്നാലും ഞാൻ ചോദിച്ചു നോക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് വൈജയ്ക്ക് മനസ്സിലാവാണ്. വൈജ ചോദിക്കുന്നുണ്ട് കൃഷ്ണനോട്, എന്താണ് ഈ കാര്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചതെന്ന് പറയാണ്. അപ്പോൾ മുൻകൂട്ടി വൈജ എങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ അവിടെ ഭൂകമ്പം ഉണ്ടാക്കും, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കൃഷ്ണ പറയുന്നില്ല കേട്ടോ. അങ്ങനെ അലീനയുടെ ബർത്ത്ഡേ ദിവസം വന്നെത്തുകയാണ്. ആ ബർത്ത്ഡേ ദിവസത്തിൻ്റെ അന്ന് ബാലചന്ദ്രനും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട്, മനുവും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ കൃഷ്ണമോളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇച്ചിരി പായസം ഉണ്ടാക്കിക്കോ, ഇവിടെ വന്നിട്ടുള്ള നിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞതനുസരിച്ച് അലീന പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും പായസം കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വൈജയോട് കുടിക്കാൻ പറയുമ്പോൾ വൈജ ആദ്യം എതിർത്തെങ്കിലും പിന്നെ വൈജ അങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് അത് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. തൻ്റെ ബർത്ത്ഡേ ദിവസം തൻ്റെ അമ്മ താൻ ഉണ്ടാക്കിയ പായസം കുടിക്കുക എന്ന് പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മനു ആണെങ്കിൽ സർപ്രൈസ് ആയിട്ട് ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടിട്ട് വൈജയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. ഇത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇന്ന് അലീന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് ഇന്ന് പായസം ഉണ്ടാക്കിയത് എന്ന് പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. പിന്നെ വൈജ പായസം കുടിക്കാതെ അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡം പ്ലീസ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല, മുത്തശ്ശിയും ഒക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തിരി പായസം ഉണ്ടാക്കിയത്. മാഡം ഇത് കുടിക്കണം എന്ന് പറയണം. എനിക്ക് വേറെ ആരും കുടിച്ചിട്ടില്ലെങ്കിലും മാഡം ഇത് കുടിക്കുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണെന്ന്
ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറയട്ടെ. അപ്പോൾ ബാലചന്ദ്രൻ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് കുടിച്ചാൽ എന്താ കുഴപ്പം, ചത്തു പോത്തൊന്നുമില്ല എന്നിങ്ങനെ പറയണം ബാലചന്ദ്രൻ. അപ്പോൾ അലീനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേട്ടോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ വെക്കണം. അങ്ങനെ നിർബന്ധിച്ച് കൃഷ്ണമോളും എല്ലാവരും നിർബന്ധിച്ച് അങ്ങനെ വൈജയന്തി ആ പായസം കുടിക്കുന്നുണ്ട്. പായസം കുടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. പോയിട്ട് അവിടെ സെറ്റിയിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മനു കേക്ക് കൊണ്ടുവന്നിട്ട് ആ ടേബിളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പറയുകയാണ് അലീനയോട്. അപ്പോൾ അലീന ഇതൊന്നും വേണ്ട മനുവേട്ട, ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിതൊക്കെ കുറച്ച് ആർഭാടായിട്ട് തോന്നുക എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ചേച്ചി ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ല, അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഇത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കട്ട് ചെയ്യിക്കണം. ആ സമയത്ത് ബബിത രോഹിത്തൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന മനസ്സോടെ കേക്കൊക്കെ തുറന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ കേക്കിൻ്റെ പീസ് വൈജയന്തിക്ക് കൊടുക്കണമെന്നുള്ളത് കേട്ടോ. അലീന തന്നെ വൈജയന്തിക്ക് കൊടുക്കണമെന്നും വൈജയന്തിയുടെ കയ്യിൽ നിന്നൊരു കഷ്ണം കേക്ക് വാങ്ങിച്ച് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ നടക്കാത്ത സ്വപ്നമായതുകൊണ്ട് അലീന ആ കേക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് വൈജയന്തി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ അത് കാണുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ എന്തോ വിഷമമൊക്കെ ആവുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ അലീനയെ നോക്കുമ്പോൾ അലീന പെട്ടെന്ന് നോട്ടം മാറ്റിയിട്ട് ആ കേക്ക് എടുത്തിട്ട് ബാലചന്ദ്രന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ബാലചന്ദ്രന്. എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് വർഷം നല്ല ആരോഗ്യത്തോടും ഒക്കെ ജീവിച്ചിരിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് അലീനയെ ഇങ്ങനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട് ചേച്ചിക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്തുകൊണ്ട് പോയി കൊടുക്കുകയാണ്. ഇതെൻ്റെ കുടുക്കയിൽ ഞാൻ സൂക്ഷിച്ചിരുന്ന പൈസ കൊണ്ട് വാങ്ങിച്ചതാന്ന് പറഞ്ഞിട്ട് ഒരു ചുരിദാറാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് കൃഷ്ണ കൊടുക്കുന്നത്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അലീന കൃഷ്ണയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനായിരുന്നു മോളെയും ചോദിക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വൈജ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പിന്നെ മനു വന്നിട്ട് പറയുന്നുണ്ട് ഇതെൻ്റെ ഒരു കുഞ്ഞു സമ്മാനമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു മൊബൈൽ ഫോൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്തിനാ മനുവേട്ടാ എനിക്കിതൊക്കെ മൊബൈൽ ഫോണൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കട്ടെ നിനക്ക് ഇനി ഒരു മൊബൈൽ ഫോണിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയണം. എനിക്കിപ്പോൾ ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, മുത്തശ്ശിയുടെ ഫോൺ ഞാനല്ലേ യൂസ് ചെയ്യുന്നത്, അത് മുത്തശ്ശിയുടേതല്ലേ, ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോൺ കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സാധനം കൂടി കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ പാക്കറ്റ്. ഇതെന്താ മനുവേട്ടാ ചോദിക്കുമ്പോൾ ഒന്ന് തുറന്ന് നോക്ക് എന്ന് പറയണം. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ഡയമണ്ടിൻ്റെ ഒരു റിങ് ആയിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് അലീനയുടെ കണ്ണിങ്ങനെ തള്ളി പോവാണ്. മനുവേട്ട ഇത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ അത് നോക്കിയിട്ട് പറയുന്നത് അച്ഛാ നോക്കിയേ ഇത് ഡയമണ്ടാണ്, അത് നമ്മുടെ കടയിൽ നിന്ന് മനുവേട്ട വാങ്ങിച്ചേക്കുന്നത് എന്ന് പറയട്ടോ. നമ്മുടെ കടയിൽ നിന്ന് ഡയമണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാ കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ കളിയാക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ ഗോവർദ്ധനെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു മനു വന്നൊരു റിങ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, ഞാൻ കരുതി കമലയ്ക്കായിരിക്കും വാങ്ങിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ പറയണേ. അപ്പോൾ വൈജ വന്നിട്ട് അത് നോക്കുന്നുണ്ട് കേട്ടോ. ഡയമണ്ടിൻ്റെ റിങ്ങോ, ഞാൻ കമലേട്ടത്തി ഒന്ന് വിളിക്കട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി ഇനി എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാക്കിയില്ല അതെനിക്ക് വിഷയമല്ല, അമ്മയ്ക്കും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പം കമലയ്ക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട് അമ്മയ്ക്കും കൂടി വാങ്ങിച്ചു, ഞാൻ 2 എണ്ണം വാങ്ങിച്ചു, അമ്മയ്ക്കും വാങ്ങി അലീനയ്ക്കും വാങ്ങി എന്ന് പറയണം. അപ്പോൾ വൈജ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവൾക്ക് ഈ ഗോൾഡ് റിങ്ങൊക്കെ സമ്മാനം കൊടുക്കാൻ, ഈ മൊബൈലിനൊക്കെ സമ്മാനം കൊടുക്കാൻ ഇവൾ നിൻ്റെ ആരാന്ന് ചോദിക്കുമ്പോൾ ഇപ്പം എൻ്റെ ആരുമല്ല ആൻറ്റി, പക്ഷേ ഭാവിയിൽ എൻ്റെ ആരെങ്കിലുമൊക്കെ ആയിക്കൂടായില്ലല്ലോ എന്ന് പറയുകയാണെ. അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് ഇനി അച്ഛൻ എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ തല തിരിച്ച് നോക്കുകയാണ്, ഇനിയിപ്പോൾ എന്തായിരിക്കും ബാലചന്ദ്രൻ കൊടുക്കാൻ പോണ ഗിഫ്റ്റ് അതറിയണ്ടേ. അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനേ അത്ര ഒരു കുഞ്ഞ് ഗിഫ്റ്റാണ് കൊടുക്കുന്നത് എന്ന് പറയുകയാണേ. കുഞ്ഞു ഗിഫ്റ്റോ, അത് മോശമായിപ്പോയി അച്ഛാ, അച്ഛനൊരു ഇത്തിരി അത്യാവശ്യം കുറച്ച് സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടല്ലേ ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ ഞാൻ ആ സ്വർണ്ണക്കട മുഴുവനായിട്ട് കൊടുത്താലോ, അയ്യോ അത് വേണ്ട എന്ന് പറയാണ് കൃഷ്ണമോള്. അമ്പടി നീ ആള് കൊള്ളാലോ, സ്വർണ്ണക്കട മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത് കുറയുമല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അലീനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനേ ഇവൾക്കൊരു പ്രമോഷൻ കൊടുക്കാൻ പോവാണെന്ന് പറയുന്നത്, അതാണ് എൻ്റെ സമ്മാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രമോഷനോ, എന്ത് പ്രമോഷൻ? വീട്ടുജോലിയിൽ നിന്ന് ഒരു പ്രമോഷൻ. ഇപ്പോൾ എൻ്റെ കാര്യങ്ങളും നോക്കാനില്ല, അമ്മയുടെ കാര്യങ്ങളും നോക്കാനില്ല, വീട്ടിലെ ജോലി മാത്രം ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ആ ജോലിയിൽ നിന്നൊരു പ്രമോഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് പറയണം. അതെന്താ വെച്ചാൽ വേറെ ജോലി, ഇനിയിപ്പോൾ വീട്ടിൽ എന്ത് ജോലിയാണ്, ഈ വീട്ടിലില്ല, ഞാൻ അവൾക്ക് ഒരു പുതിയ ജോലി കൊടുക്കാൻ പോവാണ്. അതെന്താ, ഞാനേ നമ്മുടെ ജ്വല്ലറിയുടെ മാനേജറായിട്ട് നിയമിക്കാൻ പോവാണ് അലീനയെ, അതിൻ്റെ പേപ്പേഴ്സാണിത്, അലീനയാണ് ഇനി ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറയണേ.
അത് കേട്ടതും വൈജി ആകെ കലി തുള്ളി ചാടി ഇങ്ങോട്ട് വരികയാണ്. എന്താ ബാലചന്ദ്രൻ ഈ പറയുന്നത്? ജ്വല്ലറി ഇവളെ ഏൽപ്പിക്കാനോ? ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ സമ്മതം ആർക്ക് വേണം? എൻ്റെ ജ്വല്ലറി, നെടുമ്പുരയ്ക്കൽ ജ്വല്ലറി ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അത് ഞാൻ ആർക്ക് ഏൽപ്പിക്കുന്നു, ആരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നൊക്കെ എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ, അത് ബാലചന്ദ്രൻ്റെ മക്കൾക്ക് കൂടി തോന്നണ്ടേ, അവരും കൂടി സമ്മതിക്കണ്ടേന്ന് പറയുമ്പോൾ, ഞാനതിനെ ആ ജ്വല്ലറി അലീനയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുമൊന്നുമല്ല, അലീനയുടെ പേരിലേക്ക് സ്വന്തമായിട്ട് കൊടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ആ ജ്വല്ലറിയിലെ മാനേജിങ് പൊസിഷനിൽ അലീനയെ ഞാൻ കൊണ്ടുപോയി ഇരുത്തുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാത്തിനും അലീനയെ ഞാൻ ചുമതലപ്പെടുത്തുകയാണ് എന്ന് പറയുമ്പോൾ, രോഹിത് വന്നിട്ട് പറയുന്നുണ്ട്, അതെന്താ അച്ഛാ അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ഞാനും ബബിതയും ഒക്കെ ഉണ്ടല്ലോ, അച്ഛനും ഞങ്ങളെ ആരും അങ്ങനെ ചെയ്യാൻ തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ പഠിക്കില്ലേ, നിങ്ങൾക്ക് പഠിക്കാനില്ലേ? അപ്പോൾ അലീനയ്ക്ക് അതൊന്നും ഇല്ലല്ലോ, അലീന വെറുതെ ഇരിക്കല്ലേ ഇവിടെ വീട്ടിലെ ജോലിയും ചെയ്ത്. രാവിലെ അവളുടെ ജോലി തീരും, പിന്നെ ഇവിടെ ഒരു പണിയുമില്ല. അപ്പോൾ ഇനി കുറച്ച് നാൾ അവൾ ജോലി ചെയ്യട്ടെ, പുറത്ത് പോയി ജോലി ചെയ്യട്ടെ, കടയിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ വൈജി കളിയാക്കുന്നുണ്ട്. പിന്നെ വീട്ടു ജോലിക്കാരിക്കല്ലേ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, ഇവളെ കൊണ്ടൊന്നും അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അതൊക്കെ അവളെ ഞാൻ പഠിപ്പിച്ചോളാം, ഞാനുണ്ടല്ലോ എന്ന് പറയണം. വൈജിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മനു പറയുന്നുണ്ട്, അടിപൊളി അങ്കളെ, എന്തായാലും സൂപ്പറായിട്ടുണ്ട്, അലീനയ്ക്ക് ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ, ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അലീനയെ ബാലചന്ദ്രൻ തൻ്റെ കടയുടെ ചുമതല ഏൽപ്പിച്ചേക്കാണ്. വൈജയന്തിക്ക് ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് അടി കിട്ടിയതുപോലെയാണ് ഈ ഒരു കാര്യം. വൈജയന്തി എങ്ങനെയെങ്കിലും അലീനയെ പറഞ്ഞേക്കാനായിട്ട് നോക്കുമ്പോൾ കൂടുതൽ വേറെ ആഴ്ത്തിക്കൊണ്ട് ആ വീട്ടിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അലീനയെ അവിടെ പിടിച്ച് നിർത്തുകയാണ് ബാലചന്ദ്രൻ. എന്താണെങ്കിലും ഒരു അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.